ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കുന്നത് പ്രേക്ഷകരുടെ മണി അലൈൻമെൻ്റ് ആണ്. ഓക്കെ, എത്രത്തോളം പ്രേക്ഷകർ അവരുടെ മണി എനർജിയുമായിട്ട്, പണത്തിൻ്റെ എനർജിയുമായിട്ട് അലൈൻഡ് ആണ്. ഇവിടെ നിങ്ങൾ വലിയ ബിസിനസ് മാൻ ആയിരിക്കാം, ബിസിനസ് വുമൻ ആയിരിക്കാം, നിങ്ങൾ മാസത്തിൽ ലാക്സ് ഓഫ് റുപ്പീസ് ഏൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ചിലർക്ക് ബേസിക് 10,000 5,000 റുപ്പീസ് പെർ മന്ത് ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, അതും മണി എനർജി അലൈൻമെൻറ്റുമായിട്ട് ഒരു റിലേഷനുമില്ല. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ മണി എനർജിയുമായിട്ട് അലൈൻഡ് അല്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മണി കിട്ടത്തില്ലെന്നല്ല. ഓക്കെ, മണി അല്ലെങ്കിൽ പണം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങൾക്ക് ആൻസസ്ട്രൽ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ പൂർവികരുടെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എത്ര ബ്ലോക്കേജസ് മണി അലൈൻമെൻറ്റിലുണ്ടെങ്കിലും നിങ്ങൾക്ക് പണം ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലയിടത്തുനിന്ന് 100 രൂപയായിരിക്കാം, ചിലയിടത്തുനിന്ന് 500 ആയിരിക്കാം, ചിലയിടത്തുനിന്ന് 10,000 ആയിരിക്കാം. ഇറ്റ് വിൽ കം ഇൻ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ മുൻജന്മ കർമ്മം വളരെ പോസിറ്റീവ് ആണെങ്കിൽ, ഓക്കെ, എത്ര മണി അലൈൻമെൻറ്റിലല്ല നിങ്ങളെങ്കിലും നിങ്ങൾക്ക് പണം ലഭിക്കുന്നതാണ്. ഓക്കെ, നൗ ഇനി വേറെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ആൾക്കാരുടെ എനർജി, ആ എനർജി എത്ര നെഗറ്റീവാണോ എത്ര പോസിറ്റീവാണ് അതും നിങ്ങളുടെ പണവുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഏറെ പോസിറ്റീവ് ആൾക്കാരോടോ ആണ് എല്ലാ ദിവസവും ഇടപെടുന്നെങ്കിൽ നിങ്ങൾക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. അതല്ല, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ വഴക്ക് ബഹളം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നെയ്ബേഴ്സിൽ എപ്പോഴും വഴക്കും ബഹളമാണ് നിങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഏറെയാണ്, ചേർച്ച കുറവാണ്, അഭിപ്രായ വ്യത്യാസങ്ങളേറെയാണ്, അന്നേരവും നിങ്ങളുടെ മണി അലൈൻമെൻറ്റിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ്. നൗ നിങ്ങളുടെ എനർജി മണിയുമായിട്ട് എങ്ങനെയാണ്, അതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, സോ ഈവൻ ദോ നിങ്ങൾ ലാക്സ് ഓഫ് റുപ്പീസ് പെർ മന്ത് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് നിങ്ങൾ മണി അലൈൻമെൻറ്റിലാണ്. കാരണം മണിയുമായിട്ട്, പണത്തിൻ്റെ എനർജിയുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആണെങ്കിൽ സർവ്വ സൗഭാഗ്യം ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരും വളരെ സന്തോഷമുള്ള ആൾക്കാരായിരിക്കും. അവർ നിങ്ങൾക്ക് വളരെ റെസ്പെക്റ്റ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവരിൽ നിന്നേറെ സ്നേഹം കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതും നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, നിങ്ങൾ മണി എനർജിയുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വാട്ട് വി സേ പണം, ഓക്കെ, എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അറിയാത്ത ആൾക്കാർ പോലും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് നൽകുന്നതാണ്. ഇതൊക്കെ മണി ആയിട്ട് നിങ്ങൾ അലൈൻ ആയിരിക്കുമ്പോഴാണ്. സോ പണം എന്ന് പറയുന്നത് ഫിസിക്കൽ പണം മാത്രമല്ല, പണം എന്ന് പറയുന്നത് സന്തോഷമാണ്, നിങ്ങളുടെ ഹെൽത്താണ്. നിങ്ങളുടെ ഹെൽത്ത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ മണി അലൈൻമെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഡസൻ മാറ്റർ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജസ് ഉണ്ടോ ഇല്ലയോ. ഓക്കെ, ഡസൻ മാറ്റർ നിങ്ങൾ മാസത്തിൽ 10,000 അല്ലെങ്കിൽ 15,000 മാത്രമാണ് ഏൺ ചെയ്യുന്നത്. ഡസൻ മാറ്റർ നിങ്ങളുടെ പെർ മന്ത് വരുമാനം 3,000 ആണ്, അല്ലെങ്കിൽ 5,000 ആണ്. അതും മണി എനർജി അലൈൻമെൻറ്റായിട്ട് റിലേറ്റഡ് അല്ല. ഓക്കെ, ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങളോ മറ്റ് ഹീലേഴ്സിൻ്റെ അനുഭവങ്ങളല്ല പറയുന്നത്. ഞാൻ കണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ എത്രത്തോളം പ്രേക്ഷകർ മണി അലൈൻമെൻറ്റിലാണ്. നൗ ഇത് എന്തിനാണ് ഈ ഒരു വീഡിയോ? ഈ വീഡിയോ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് പെർ മന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാലറി അല്ല ലഭിക്കുന്നെങ്കിൽ, നിങ്ങൾ മണി അലൈൻമെൻറ്റിലാണ് എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ബ്ലോക്കേജസ് മാറ്റി തുടങ്ങിയാൽ, നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് ബ്ലോക്കേജസ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അവിടെ വർക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മണി എനർജി ആക്ടിവേറ്റ് ആകുന്നതാണ്. ഓക്കെ, ആസ് വെൽ ആസ് നിങ്ങൾ മണി ആയിട്ട് അലൈൻഡ് അല്ല, എന്നാൽ പോലും നിങ്ങൾ നല്ലപോലെ പണം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, പക്ഷെ മറ്റ് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് മണി അലൈൻമെൻറ്റ് നിങ്ങളിൽ ഇല്ലാത്തത് അത് കണ്ടുപിടിക്കുക, അതിനെ സോൾവ് ചെയ്യുക. വൺസ് നിങ്ങളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടും സന്തോഷകരവും സമാധാനമുള്ളത് ആകും. ഓക്കെ, ലൈഫിൽ സ്ട്രെസ് ആൻഡ് സിറ്റുവേഷൻസ് എപ്പോഴും വരുന്നതാണ്. അത്
ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഓവറോൾ നിങ്ങൾക്കൊരു സംതൃപ്തി, സന്തോഷം ലഭിക്കുന്നതാണ്. ഓൾ റൈറ്റ്, സോ ലെറ്റ് സ്റ്റാർട്ട് ഹിയർ. ഇവിടെ 2 ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു ചാനൽ മെസ്സേജാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ചാനൽ ചെയ്യാൻ പോകുകയാണ്. ഗ്രൂപ്പ് 1 സെലക്ട് ചെയ്യേണ്ടത് സിട്രീൻ ക്രിസ്റ്റൽ. ഇതാണ് സിട്രീൻ ക്രിസ്റ്റൽ. ആൻഡ് ഗ്രൂപ്പ് 2 സെലക്ട് ചെയ്യുന്നത് പൈറൈറ്റ് ആണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രിസ്റ്റൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ ആംപിൾ എമൗണ്ട് ഓഫ് ടൈം നിങ്ങൾ എടുക്കൂ, വീഡിയോ പോസ് ചെയ്യൂ, നന്നായി ആലോചിക്കൂ ഏത് ക്രിസ്റ്റലാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഓക്കെ, ആ ക്രിസ്റ്റൽ യൂസ് ചെയ്യൂ. ടൈം സ്റ്റാമ്പ് ഈ വീഡിയോയിൽ നൽകാൻ ശ്രമിക്കാം. ഓക്കെ, സോ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ് കാണും. ഓൾ റൈറ്റ്, നിങ്ങളത് നോക്കൂ ആൻഡ് ചാനൽ മെസ്സേജ് കേൾക്കൂ. ടൈം എടുക്കുന്നതാണ് മെസ്സേജ് എടുക്കാൻ, സോ പേഷ്യൻസ് വെക്കൂ. ഓക്കെ, ആൻഡ് ടാരോ എടുക്കേണ്ട ആവശ്യം വന്നാൽ എടുക്കുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഹലോ ഗ്രൂപ്പ് 1. സോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് സിട്രീൻ ക്രിസ്റ്റലാണ്. സോ സിട്രീൻ ക്രിസ്റ്റൽ ചൂസ് ചെയ്ത പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ ഓൾറെഡി അലൈൻഡ് ആണ്. ഓക്കെ, മണി എനർജി ആക്റ്റീവ് ആണ് നിങ്ങളുടെ ലൈഫിൽ. എന്നാൽ കരിയറിൽ നിങ്ങൾക്ക് ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, കരിയറിൽ നിങ്ങൾക്ക് ബ്ലോക്സ് ഉണ്ട്. ഗോൾഡ് ധരിക്കുന്നത്, സോ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടാകും. ഓക്കെ, പക്ഷേ ആ ഗോൾഡിനെ എനർജൈസ് ചെയ്തിടും. ഓക്കെ, എനർജൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ വളയിടുന്നവരാണ് അല്ലെങ്കിൽ മോതിരം ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ആ മോതിരം വളയൂരു നിങ്ങളുടെ കയ്യിൽ വെക്കൂ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിൽ വെക്കൂ, റൈറ്റ് ഹാൻഡ് കൊണ്ട് മൂടൂ ആൻഡ് പറയൂ, എൻ്റെ മണി എനർജി ആക്ടിവേറ്റ് ആണ്. ഗോൾഡ് എൻ്റെ ലക്ക് ചാം ആണ്. ഓക്കെ, ഈ ഗോൾഡ് വള എൻ്റെ ലക്ക് ചാം ആണ്. ഈ ഗോൾഡ് മോതിരം എൻ്റെ ലക്ക് ചാം ആണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ പെർ മന്ത് നിങ്ങളുടെ എന്താണ് ഗോൾ? ഓക്കെ, മണി റിലേറ്റഡ്, ദാറ്റ് ഈസ് പെർ മന്ത് എനിക്ക് ഇത്രയും സാലറി വേണം, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും പ്രോഫിറ്റ് എനിക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും സെയിൽസ് നടക്കണം എൻ്റെ ബിസിനസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ക്ലയൻസ് വരണം. നിങ്ങൾ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, സോ ആ ഒരു ടാർഗറ്റ് നിങ്ങൾ വെക്കേണ്ടതുണ്ട്. എവിടെയോ ഇൻറ്റൻഷൻ്റെ കുറവുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ മണി റിലേറ്റഡ് കാര്യങ്ങളിൽ ഇൻറ്റൻഷൻ വളരെ കുറവാണ്. നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ഇത്രയും ഏൺ ചെയ്യണം, എനിക്കിങ്ങനെ വേണം, പക്ഷേ ഇൻറ്റൻഷൻ വൈസ് എവിടെയോ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ക്ലിയർ അല്ല എന്നതാണ് പറയുന്നത്. ക്ലാരിറ്റിയിൽ ബുദ്ധിമുട്ടുണ്ട് പ്രേക്ഷകർക്ക്. ദിവസേന രാത്രി കടക്കുന്നതിന് മുമ്പ് ഓക്കെ, ഡിയർ ഗോഡ് ഈസ് ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആർക്കേഞ്ചൽ മൈക്കിളിനോട് നിങ്ങളുടെ ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് അതിൽ ക്ലാരിറ്റി നൽകാൻ റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദിസ് സോ ബെറ്റർ, താങ്ക് യു എന്ന് പറഞ്ഞ് നിർത്തുക. ഓൾ റൈറ്റ്, സോ ഡെയിലി ഈ പ്രെയർ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ ക്ലാരിറ്റി വേണ്ടത് ആ ക്ലാരിറ്റി നൽകുന്നത് ആർക്കേഞ്ചൽ മൈക്കിളാണ്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് കേൾക്കുന്നുണ്ട്. സോ മൈറ്റ് ബി പ്രേക്ഷകരിൽ ആരെങ്കിലും ക്രിസ്റ്റൽ ക്ലിയർ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു, ഓക്കെ, അത് നിങ്ങളുടെ പ്രോജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നതായിക്കോട്ടെ, അത് മണി റിലേറ്റഡ് ആയിക്കോട്ടെ, മണി റിലേറ്റഡ് അല്ലാത്തതായിക്കോട്ടെ, എപ്പോഴും നിങ്ങളുടെ ധാരണകൾ വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എവിടെയോ സംശയം ഉണ്ടാകുന്നു അവിടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകില്ല. I'll take tarot as well. Okay, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓപ്ഷൻസ് ഏറെ അവൈലബിൾ ആണ് പ്രേക്ഷകർക്ക്, പക്ഷേ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടേതാണ് എന്നത് ഉറപ്പിക്കുക. ഓക്കെ, നിങ്ങളിൽ ആ കഴിവുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ. ആൻഡ് ലെറ്റ് മീ ടെൽ യു ദിസ്. ഓക്കെ, ഈ ഒരു ക്രിസ്റ്റലിൽ ഈ ഒരു പോർഷൻ വളരെ ബ്രൈറ്റാണ്. ആൻഡ് എൻ്റെ ശ്രദ്ധ ഇവിടുന്ന് മാറുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ആ ബ്രൈറ്റ്നസ് കാണാം. ഓക്കെ, സോ സംവെയർ നിങ്ങളുടെ ക്ലാരിറ്റിയിൽ
മങ്ങലുണ്ട്. ഓക്കെ, സോ ഓൾറെഡി ഞാൻ ആ പ്രെയർ പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈറ്റിംഗ്, പ്രേക്ഷകരുടെ ഓഫീസ് ഏരിയ, നിങ്ങൾ ഇരിക്കുന്ന ഓഫീസ് ഏരിയ ആയിരിക്കാം, നിങ്ങളുടെ ബിസിനസ് ഏരിയ ആയിരിക്കാം, ഷോപ്പാണെങ്കിൽ എവിടെയാണോ നിങ്ങൾ ഓൺലൈനിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഏരിയ എവിടെ ഇരുന്നാണോ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് നോക്കുന്നത്, നിങ്ങളുടെ വീട് ഓക്കെ ലൈറ്റിംഗ് നല്ലതാക്കും. ഓക്കെ, വെളിച്ചം എത്ര കൂട്ടാൻ പറ്റും അത്രയും, പർട്ടിക്കുലർലി സന്ധ്യാസമയങ്ങളിൽ ആഫ്റ്റർ 6 o'clock ലൈറ്റിംഗ് വളരെ ബ്രൈറ്റ് ആയിരിക്കണം. ബിക്കോസ് അത് നിങ്ങളുടെ ലൈഫിൽ ക്ലാരിറ്റി, വിഷൻ ആൻഡ് ബ്രൈറ്റ്നെസ് ആണ് കൊണ്ടുവന്ന് തരുന്നത്. ഇതൊക്കെ ചെറിയ വാസ്തു ടിപ്സാണ്. ഓക്കെ, കളിയാക്കാനായിട്ടൊന്നും പറയുന്നതല്ല, ഇതെല്ലാം വാസ്തു ടിപ്സാണ്. ഓക്കെ, പ്രേക്ഷകർക്ക് ഇവിടെ ഒരു അഡ്വൈസ് വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു കോയിൻ, അത് 1 രൂപയാകാം, 2 ആകാം, 5 ആകാം, 10 ആകാം. ഈ 1 രൂപ കോയിൻ നിങ്ങളുടെ വീട്ടിലുള്ള ദേവാലയം, ദാറ്റ് മീൻസ് എവിടെയാണോ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത്, അല്ലെങ്കിൽ ക്യാൻഡിൽ കത്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, ഓക്കെ, ഈ ഒരു കോയിൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്ത് വെക്കുക. ദൈവങ്ങളുടെ പടം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ അടുത്ത് വെക്കുക. ഓക്കെ, ആദ്യം ആ കോയിനോട് പ്രാർത്ഥിക്കുക. ദാറ്റ് ഈ കോയിൻ ഞാൻ എൻ്റെ പേഴ്സിൽ വെക്കുമ്പോഴോ എൻ്റെ ലോക്കറിൽ വെക്കുമ്പോഴോ പണം പെർ മന്ത് വർധനവാണ് എനിക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് അവിടെ 1 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്ത് വെക്കാം. ആൻഡ് ദെൻ ആ ഒരു കോയിൻ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൽ വെക്കാം, നിങ്ങളുടെ ലോക്കറിൽ വെക്കാം. ഇത് നിങ്ങൾ അടുത്ത വർഷം വരെ ചിലവാക്കാൻ പാടില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഓൾറൈറ്റ്, സോ ഇറ്റ് വിൽ ഷിഫ്റ്റ് ദി എനർജി. ഈ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. നാ ഇത് വെച്ചാൽ മാത്രം പോരാ, ഡെയിലി നിങ്ങളിപ്പോൾ ഇന്ന് ഈ കാര്യം ചെയ്തെങ്കിൽ നാളെ നിങ്ങൾ ഈ കോയിൻ എഗെയിൻ ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കുക. ഒരു മണി സ്വിച്ച് വേർഡ് ഒരു 11 ടൈംസ് ചൊല്ലൂ, അല്ലെങ്കിൽ ഒരു അഫർമേഷൻ 11 ടൈംസ് ചൊല്ലൂ, അല്ലെങ്കിൽ മന്ത്ര ചൊല്ലുന്നുണ്ടെങ്കിൽ മന്ത്ര ചൊല്ലൂ, അല്ലെങ്കിൽ സിംപ്ലി നിങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ, നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഓഫർ ചെയ്യുക. ആൻഡ് എഗെയിൻ ആ കോയിൻ വെച്ച സ്ഥലത്ത് തന്നെ വെക്കുക. ഓക്കെ, സോ ദിസ് വാസ് ദ ഷോർട്ട് റീഡിംഗ് ഫോർ യു. സിട്രിങ് ചൂസ് ചെയ്ത പ്രേക്ഷകർക്കുള്ള ഷോർട്ട് റീഡിംഗ് ആയിരുന്നു. ഓക്കെ ഗായ്സ്, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് കമൻറ്റ് സെക്ഷനിൽ എഴുതുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് കമൻറ്റ് സെക്ഷൻ വായിക്കുന്നത്, പക്ഷെ ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. സോ എപ്പോഴും ഞാൻ അത് വായിക്കുന്നു, ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. സോ കമൻറ്റ് സെക്ഷനിൽ എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. സോ മൂവിങ് ഓൺ ടു ഗ്രൂപ്പ് 2. ഹലോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് പൈറൈറ്റാണ്. നൗ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് കിട്ടിയ മെസ്സേജ്, പ്രേക്ഷകർ പൈറൈറ്റ് ചൂസ് ചെയ്ത പ്രേക്ഷകർ, നിങ്ങൾ ലോങ് ടേം സക്സസ് അല്ല നിങ്ങളുടെ ഗോൾ. ഓക്കെ, അത് ചേഞ്ച് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഗോൾ ലോങ് ടേം സക്സസ്സിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾ വളരെ ഷോർട്ട് ടേം സക്സസ്, അതായത് ഈ ആഴ്ച എനിക്ക് ഇത്രയും, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഓക്കെ, സോ അടുത്ത ആഴ്ച എനിക്ക് ഇത്രയും അച്ചീവ് ചെയ്യണം, കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഗോളിൽ ഒത്തിരി വ്യത്യാസം വരുന്നു. ലൈക്ക് ഒരാഴ്ച നിങ്ങൾ നേടി, ദെൻ അടുത്ത 3-4 ആഴ്ചയിലേക്ക് നിങ്ങളുടെ ഗോൾ ഇല്ല. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ഗോൾ മൈറ്റ് ബി നിങ്ങൾക്ക് ഫസ്റ്റ് ഗോളിൽ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ടാകാം. പക്ഷേ എവിടെയോ നിങ്ങൾക്ക് ബ്രേക്കേജ് ഏറെ വരുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ക്ലയൻറ്റ്സ് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഫ്ലോ വരുന്നില്ല. ഓക്കെ, ഓർ ദർ ഇസ് ഹഡിൽസ്, എവിടെയോ ഒരു സെൻസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഉണ്ട്. ഓക്കെ, ആസ് ഇഫ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ചൊല്ലാണ് ഇവിടെ വരുന്നത്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ എന്തിനെ മിന്നെന്ന് കരുതുന്നോ, ഓക്കെ, ഗോൾഡ് എന്ന് കരുതുന്നു, നിങ്ങളുടെ ലോങ് ടേം സക്സസ് ആയി മാറാമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഇത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഗ്രാബ് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് ശരിയാകാറില്ല. ബിക്കോസ് സംവെയർ അത് നിങ്ങളുടെ സോൾ പർപ്പസിൽ നിന്ന് മാറ്റുകയാണ്, നിങ്ങളുടെ അലൈൻമെൻറ്റിൽ നിന്ന് നിങ്ങളെ മാറ്റുകയാണ്. ഓക്കെ, ടേർട്ടിൽ ഉപയോഗിക്കുന്നത് ഈ ഗ്രൂപ്പുകാർക്ക് വളരെ
വളരെ വളരെ നല്ലതായിരിക്കും. സോ മാർക്കറ്റിൽ ബ്രോൺസിൻ്റെ ടേർട്ടിൽ കിട്ടും, ബ്രോൺസ്, കോപ്പർ, ഓക്കെ, മണി ടേർട്ടിലാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഷോക്കേസ് ഗിഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്സിലും നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഫെങ് ഷൂയി ഐറ്റംസ് ലഭിക്കുന്ന ഷോപ്സിലും നിങ്ങൾക്ക് ലഭിക്കും. അത് വാങ്ങിച്ച് കൊണ്ടുവരും. നിങ്ങൾ ഏത് തരം ടേർട്ടിൽ ആണ് വാങ്ങിക്കുന്നത്, അത് എങ്ങനെയാണ് വീട്ടിൽ പ്ലേസ് ചെയ്യേണ്ടത്, അതെല്ലാം ആ ഷോപ്പ് ഓണറിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് വീട്ടിൽ കൊണ്ടുവരാൻ. ആൻഡ് അതുപോലെ തന്നെ ആയിരിക്കണം പ്ലേസ് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ വീട്ടിൽ പ്ലേസ് ചെയ്യാൻ. ഓൾറൈറ്റ്, ബിക്കോസ് അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ലോർഡ് നാരായണനെ പ്രാർത്ഥിക്കുന്ന പ്രേക്ഷകർ ഏറെയാണ് ഈ ഗ്രൂപ്പിൽ. ഓം നമോ നാരായണ 108 പ്രാവശ്യം ഡെയിലി ചൊല്ലുന്നതും നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും, ഹിന്ദു റിലീജൻ ആണെങ്കിൽ. ഓക്കെ, ആൻഡ് മറ്റ് റിലീജനിലുള്ള മെമ്പേഴ്സ് മണി ബ്ലെസ് മീ. ഓക്കെ, മണി ബ്ലെസ് മീ എന്നത് പറയുന്നത് ഡെയിലി 11 ടൈംസ് ഡെയിലി. ഓക്കെ, മോർണിംഗിൽ എണീക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഓർ എപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ബട്ട് ഡെയിലി 11 ടൈംസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറയണം. ഓക്കെ, so let's see what tarot cards have to say. See, scattered on energy, right? The Hierophant, yes. See, divine energies inde സാന്നിധ്യമാണ് പ്രേക്ഷകർക്ക് ഏറെ വേണ്ടത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, വാവ്, സച്ച് എ ബ്യൂട്ടിഫുൾ എനർജി. സോ ഇപ്പോൾ ഞാൻ ഒരു മന്ത്ര പറഞ്ഞിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു അഫർമേഷൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ദൈവം, ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് ടോട്ടലി ദൈവത്തിൻ്റെ തുണയാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്ന പോലെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. സോ ദൈവത്തെ കൂട്ടുപിടിച്ചോളൂ. ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ഐ ഹാവ് ടു ടെൽ യു. ഓക്കെ, സോ എത്ര പ്രാർത്ഥിക്കുന്നോ നിങ്ങൾ, അത്രയും ലൈഫിൽ സ്റ്റെബിലിറ്റി, മണി വൈസ്, സൊസൈറ്റി വൈസ്, ഹെൽത്ത് വൈസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. പ്യൂരിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. സോ ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ടേം ഗോൾസ് വിട്ടിട്ട് ലോങ് ടേം ഗോൾസിന് വേണ്ടി പ്രയത്നിക്കും. ഓക്കെ, അത്രയും ഉള്ളൂ എനിക്ക് ഈ ഒരു എനർജിയിൽ ലഭിക്കുന്നത്. ബിക്കോസ് എവറിത്തിങ് ഈസ് ടേക്കൺ കെയർ ബൈ ദ ഡിവൈനാണ് ഇവിടെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഡിവൈനുമായിട്ട് അലൈൻ ചെയ്താൽ മതിയാകും ടു മൂവ് ഫോർവേഡ് പോസിറ്റീവ്ലി ഇൻ ലൈഫ്. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ റീഡിങ് കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ ലേറ്റാണ് കമൻറ്റ് സെക്ഷൻ വായിക്കുന്ന സമയത്ത് ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, ആൻഡ് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.